ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 2 ശ്ലോകം 6. എങ്ങനെയാണ് ഭക്തി ശ്രവണത്തിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരജിത് രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിശീതബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവൈ. അർത്ഥം നോക്കാം. ഏവം ഇപ്രകാരം, അതിസുന്ദരം, ലക്ഷ്മി ദേവിക്ക് പ്രിയം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെയെല്ലാം ആയിട്ടുള്ള ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം, സൗന്ദര്യമാകുന്ന പുതിയ അമൃത്, പുതിയ വെണ്ണ, നവനീതം എന്ന് പറയില്ലേ, അതുപോലെ നവസുധ, ഏറ്റവും പുതിയതായ ആ അമൃത് ഒഴുക്കുന്നതായ, ഇതുവരെ നമ്മൾ അറിയാത്ത ഒരു ആനന്ദം പ്രവഹിപ്പിക്കുന്നതായ, അതാണ് നവസുധാ നിഷ്യന്ത സന്തോഹനം. അതിൻ്റെ വർഷമാണ്, മഴ പോലെ പ്രവഹിക്കുകയാണ് ആ സന്തോഷം. ത്വദ്രൂപം, അവിടുത്തെ രൂപം ആണ് അതിന് കാരണം. പരചിത് രസായനമയം, പരചിത്ത് എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം, രസായനമയമായിട്ടുള്ള പരബ്രഹ്മം. രസായനം ഈ ആയുർവേദത്തിലത്തെയൊക്കെ ഒരു മരുന്നാണ്. പെട്ടെന്ന് ഫലമുണ്ടാകുന്നതും വാർദ്ധക്യത്തിനെ ചെറുപ്പാക്കുന്നൊക്കെ പറയുന്ന പോലെ അത്ഭുതകരമായിട്ടുള്ള കഴിവുകളുള്ളതാണ്. അങ്ങനെ പരബ്രഹ്മമാകുന്ന രസായനം ചേതോഹരം ശൃണ്വതാം, കേൾക്കുന്നവരുടെ ചേതസ്സിനെ ഹരിക്കുന്നു, നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോകുന്നു, കട്ടുകൊണ്ടുപോവാണ്. ഗോപസ്ത്രീമാരുടെ മനസ്സിനെ വെണ്ണയുടെ രൂപത്തിൽ ഭഗവാൻ കട്ടുകൊണ്ടുപോയതുപോലെ ഭഗവാന്റെ കഥകൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെയും ചേതോഹരം ശൃണ്വതാം, കേൾക്കുന്നവരുടെ ചേതസ്സിനെ ഹരിക്കുന്നു. അത് കൂടാതെ സദ്യ പ്രേരയതേ മതിം മദയതേ, സദ്യ പെട്ടെന്ന് തന്നെ, ഒട്ടും താമസമില്ല, കേട്ടാൽ ഉടനെ തന്നെ പ്രേരയതേ, ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ്, ആകർഷിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഭഗവാനോട് ചേർക്കുന്നു, കാണാനും കൂടുതൽ കേൾക്കാനുമായിട്ട് പ്രേരിപ്പിക്കുന്നു. മതിം മദയതേ, ബുദ്ധിയെ മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് ഏറ്റവും ആനന്ദം, പരമാനന്ദം നൽകുന്നു, ഉന്മേഷം നൽകുന്നു, ഊർജം നൽകുന്നു. സദ്യ പ്രേരയതേ മതിം മദയതേ രോമഞ്ജയത്യംഗകം, രോമാഞ്ചം, ഓരോ അംഗങ്ങളിലും രോമാഞ്ചം, സന്തോഷം വന്ന് നിറയുന്നു. വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈ, കുളിർമയുള്ള കണ്ണുനീരിൻ്റെ ആ പ്രസരത്താൽ നമ്മളെ വ്യാസിഞ്ചതി, നനയ്ക്കുന്നു, ശരീരം നനയ്ക്കുന്നു. കുളിർമയുള്ള കണ്ണുനീര് എന്ന് പറയുന്നത് സാധാരണ ചുടു കണ്ണുനീര് വരും, അത് സങ്കടം വരുമ്പോൾ, വിഷമം, ദുഃഖം വരുമ്പോഴാണ്. ഈ സന്തോഷം, ആനന്ദത്തിൽ വരുന്ന കണ്ണുനീരുണ്ടല്ലോ, സന്തോഷാശ്രു, അത് കുളിർമയുള്ളതാണ്, അതിന് മധുരരസമാണ് എന്ന് പറയുന്നു കവികൾ. ഈ സങ്കട കണ്ണുനീരിനാണ് ചൂടുള്ളതും ഉപ്പ് രസമുള്ളതും ഒക്കെ. ആനന്ദമൂർച്ഛോദ്ഭവൈ, അതിൻ്റെ അവസാനം അടക്കാനാവാത്ത ആനന്ദവും ഉണ്ടാകുന്നു. ഭഗവാന്റെ കഥ, ഭഗവത് കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭക്തന് വരുന്ന മാറ്റമാണ് പറഞ്ഞത്. അതുവരെ അറിയാത്ത ഒരു അത്ഭുതകരമായ സന്തോഷം, അതാണ് നവസുധ, പുതിയതായിട്ടുള്ള ഒരു അനുഭവം വരികയാണ്. പോയി കാണാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ ധ്യാനിച്ച് അറിയാനുള്ള ആ ഒരു ഏകാഗ്രത കിട്ടുന്ന സാഹചര്യമൊന്നും അല്ലെങ്കിലും കേട്ടാൽ മതി എന്നാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കണം. അപ്പോൾ ബുദ്ധിയെ അതിലേക്ക് തിരിയും. അത് തന്നെയാണ് ഏറ്റവും ധന്യമായിട്ടുള്ള അവസ്ഥ. ഇനിയും കേൾക്കൂ, നമസ്കരിക്കൂ എന്ന് പറയും. ശരീരം മുഴുവനും ആനന്ദം കൊണ്ട് രോമാഞ്ചമുണ്ടാകും. ബുദ്ധി തന്നെ അതിന് അടിമപ്പെട്ടു പോകും. ഒരു ചെവിയിൽ കൂടി അത് കേട്ടാൽ തന്നെ അന്ധക്കരണങ്ങളൊക്കെ, മനസ്സും ചിത്തവും അഹങ്കാരവും തുടങ്ങിയിട്ടുള്ള കരണങ്ങൾ മുഴുവനും
അതിൽ മുഴുകിപ്പോവും. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക്, രമണ മഹർഷിക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഭഗവാന്റെ ഒരു സ്തുതി കേട്ടാൽ തന്നെ അവർ ആ ഒരു അവസ്ഥയിലേക്ക് ആകും. അതിന് കാരണം എന്താ? നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ ജ്വലിക്കുന്നുണ്ട്. ഭഗവത് അംശമാണ് പരമാത്മാവായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഹൃദ്ദേശേ ഇരിക്കുന്നുണ്ട് ഹൃദയത്തിൽ. നാം ഓരോ ശ്വാസം എടുക്കുന്നതും കണ്ണ് കാണുന്നതും സകലതും നമ്മുടെ ഹൃദയം ഇടിക്കുന്നതും ഒക്കെ ആ സത്ത് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനെ അറിയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് ഈ പറഞ്ഞത് ശ്രവണം, ഭക്തി. അങ്ങനെ കണ്ണ്, ചെവി തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വാതിലുകളാണ്. ആ വാതിലുകളിൽ ഒന്നിൽ കൂടിയെങ്കിലും ഭക്തി അകത്ത് കയറട്ടെ എന്നാണ്. ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ദൃഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകമാണ് എന്ന്. ഒന്ന് കാണുക വേണ്ടൂന്ന്. ഇവിടെ പറയണു കേട്ടാലും മതി, നന്നായിട്ട് കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക. അതാണ് ശ്രവണ മഹത്വം. ഭാഗവതത്തിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷുഭി തൽക്ഷണാത്. ആ കേൾക്കുന്ന നന്നായി കേൾക്കണം. അങ്ങനെയുള്ളവർക്ക് ആ തൽക്ഷണം തന്നെ ആ അനുഭൂതി കൈവരും. ആ പരമാനന്ദത്തിലേക്ക് അല്ലെങ്കിൽ പരമഭക്തിയിലേക്കുള്ള ആദ്യത്തെ പടിയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഏവം ഭൂതമനോജ്ഞതാ നവസുധ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരജിത് രസായനമയം ചേതോഹരം ശൃണ്വത. കേൾക്കുമ്പോഴാണ് മനസ്സും അങ്ങോട്ട് പോവും, ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകും, ബുദ്ധിയും അങ്ങനെ അതിൻ്റെ പിന്നാലെ തന്നെ ആകും. ശരീരം മുഴുവനും ഭഗവാനോട് അലിഞ്ഞു ചേരാനായിട്ട് ആഗ്രഹിക്കും. സദ്യ പ്രേരയതേ മതിമദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിശീതബാഷ്പവിസരൈർ. ശരീരം മുഴുവനും ശീതബാഷ്പം കൊണ്ട്, ആനന്ദാശ്രു കൊണ്ട് നനയും. ആനന്ദമൂർച്ഛോദ്ഭവൈ. ആ കേൾവി കൊണ്ട് തന്നെ നമ്മളിൽ ആനന്ദം വന്ന് നിറയും. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഭക്തിയുടെ മഹത്വമാണ്, അല്ലെങ്കിൽ ഭക്തി യോഗത്തിൻ്റെ മഹത്വമാണ് പറയണത്. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗ സയോഗാദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ. രമാവല്ലഭ എന്നാണ് വിളിക്കുന്നത്. മുമ്പ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു രമ, ശ്രീ, മഹാലക്ഷ്മി എങ്ങനെയുള്ള ആളാണ്? മറ്റുള്ളവരിൽ നിൽക്കാതെ വേഗം ഓടിപ്പോരും, ഭഗവാനിലാണെങ്കിൽ ഉറച്ചു നിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിൻ്റെയും സ്വഭാവം. മനസ്സ് മറ്റു ബാഹ്യ വസ്തുക്കളിലൊക്കെ ആകർഷണം ഉണ്ടാകും മനസ്സിന്. പക്ഷേ അതൊക്കെ അല്പകാലത്തേക്ക് മാത്രം, അശാശ്വതമാണ്. അതിൻ്റെ അവസാന ഫലം ചിലപ്പോൾ ദുഃഖവുമായിരിക്കും. എന്നാൽ ഭഗവാനിൽ എങ്ങനെയാണോ രമാദേവി ഉറച്ചു നിൽക്കുന്നത്, അതേപോലെ നമ്മളുടെ മനസ്സും ഉറപ്പിച്ച് നിർത്തിയാൽ അതവിടെ സ്ഥിരമായിട്ട് ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കും. ഏവം, ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഏവം. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ആനന്ദ കണ്ണുനീര് വരും, രോമാഞ്ചമുണ്ടാകും എന്നൊക്കെ പറഞ്ഞതുപോലെ ഭൂതതയാഹി മുൻപ് പറഞ്ഞതുപോലെ ആ മാഹാത്മ്യം ഉള്ളതുകൊണ്ട് ഭക്തി അഭിഹിതോ, ഭക്തി എന്നു പേരായിട്ടുള്ള, ഭക്തി എന്ന് വിളിക്കപ്പെടുന്ന ഈ മാർഗം യോഗദ്വയാത്, യോഗങ്ങളുണ്ടല്ലോ ഭഗവാനുമായിട്ട് ചേരുന്നതിനെയാണ് യോഗം എന്ന് പറയാം. ഭഗവത്ഗീതയിലൊക്കെ പല പല യോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. സാഖ്യയോഗം, ജ്ഞാനയോഗം, വിജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, സാഖ്യയോഗം, അങ്ങനെ ജ്ഞാനയോഗം. അപ്പോൾ അതിൽ ഭക്തിക്ക്, മോക്ഷത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് 3 യോഗങ്ങളാണ്: കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. അതിൽ കർമ്മയോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും, അതാണ് ദ്വന്ദ്വം എന്ന് പറഞ്ഞ്, മറ്റ് 2 എണ്ണത്തിനേക്കാളും ഏറ്റവും നല്ലത് ഭക്തിയോഗമാണ്. യോഗ സ യോഗദ്വയാത്, യോഗദ്വയങ്ങളെക്കാളും മറ്റ് 2 യോഗങ്ങളെക്കാളും, കർമ്മയോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും ഭൃശോ ഉത്തമതരം, ഏറ്റവും അധികം ഉത്തമമായിട്ടുള്ളത്, ഉത്തമതരം എന്നാണ് പറയുന്നത്, ഏറ്റവും ഉത്തമങ്ങളിൽ ഉത്തമമായിട്ടുള്ളതാണ് ഭക്തിയോഗം എന്ന് അറിയുക. അതാരാ പറയണത്? ഞാനല്ല,
എന്ന് മേൽപ്പത്തൂർ പറയുന്നു. യോഗീശ്വരൈർഗീയതേ, യോഗത്തെ എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയുന്ന മഹാത്മാക്കളാണ് ഭീഷ്മര്, വിദുരര്, വ്യാസര്, ശ്രീശുക്കൻ, നാരദൻ തുടങ്ങിയിട്ടുള്ള യോഗീശ്വരന്മാരാണ് പറയണത്. മാത്രമല്ല യോഗേശ്വരൻ എന്ന് പറയുന്നത് കൃഷ്ണനും ആണ്, കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ കൃഷ്ണനും ഭഗവത്ഗീതയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭക്തിയോഗമാണ് ഏറ്റവും ഉത്തമം. പിന്നെ അതിന് കൂടുതൽ വീണ്ടും മഹത്വങ്ങളുണ്ട്. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു, സൗന്ദര്യത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ലാവണ്യസാരമായിട്ടുള്ള ഭഗവാനിൽ, ഖലു തീർച്ചയായിട്ടും, ത്വയി ഭഗവാനിൽ, അങ്ങയിൽ, പ്രേമപ്രകർഷാത്മിക വാസ്തവത്തിലുള്ള പ്രേമം അത് അധികമാക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. ഭഗവത് സ്നേഹത്തിനെയാണ് ഭക്തി അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്നത്. ആ ഭക്തമീരൊക്കെ അനുഭവിച്ച ആ അതുല്യമായിട്ടുള്ള ആനന്ദം, ആ ആനന്ദത്തെ, പ്രേമത്തെ വർദ്ധിപ്പിക്കുന്നു. പ്രകർഷാത്മിക ഭക്തിർ, കൂടാതെ വേറൊരു ഗുണമുണ്ട്. ഭക്തിർ നിശ്രമമേവ, യാതൊരു ശ്രമവും ഭക്തിയോഗത്തിന് വേണ്ടതില്ല. എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഇപ്പോൾ ജ്ഞാനയോഗമാണെങ്കിൽ ധാരാളം വായിക്കണം, കേൾക്കണം, മനനം ചെയ്യണം, ധ്യാനത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ് ജ്ഞാനയോഗം. ധാരാളം ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങളൊക്കെ വായിക്കണം. കർമ്മയോഗമാണെങ്കിൽ ഇത് കർമ്മം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. അല്പം പോലും സ്വാർത്ഥത, ഇതൊന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആ ഒരു വിചാരമില്ലാതെ, എൻ്റെ ചെവിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കേൾക്കണം എന്നുള്ള ആ ഒരു വിചാരമില്ലാതെ എന്തും ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കർമ്മയോഗം. അതും പിടികിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാധിക്കും തീർച്ചയായിട്ടും, അതുകൊണ്ടും ഭഗവാനെ കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ കർമ്മയോഗം ആവട്ടെ, ജ്ഞാനയോഗം ആവട്ടെ, ബുദ്ധിമുട്ടണം. ഭക്തിയോഗം അങ്ങനെയല്ല എന്നാണ്. നിശ്രമമേവ, യാതൊരു ശ്രമവും അതിന് വേണ്ട. വിശ്വപുരുഷൈർ ലഭ്യ, ഈ ലോകത്തിലെ ഏതൊരാൾക്കും അത് ലഭ്യവും ആണ്. ജാതിയോ മതമോ സമ്പത്തോ കീർത്തിയോ യാതൊന്നും പ്രശ്നമില്ല. വിശ്വപുരുഷൈർ ലഭ്യ രമാവല്ലഭ, അല്ലയോ ഭഗവാനെ, അവിടെ അങ്ങയുടെ മനസ്സിനോട് ചേർന്ന് ഭഗവതി ലക്ഷ്മി ദേവി രമ എങ്ങനെയാണോ നിൽക്കുന്നത്, അതുപോലെ ഈ ഭക്തി ഞങ്ങളോടും ചേർന്ന് നിൽക്കട്ടെ. ഭക്തിയുടെ മഹത്വമാണത്. ഈ ഭക്തിക്ക് വേണ്ടിയിട്ടാണ് രാമായണമായാലും ഭാഗവതമായാലും എത്രയോ മഹാത്മാക്കൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഗുഹൻ, അഹല്യ, ജടായു, വിഭീഷണൻ, അനേകം ഭരദ്വാജൻ, അഗസ്ത്യൻ തുടങ്ങിയിട്ടുള്ള ഋഷിമാർ ഞങ്ങൾക്ക് ഭക്തി തരണേ ഭഗവാനെ എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഭാഗവതത്തിലും അതെ, കുന്തി, ഭീഷ്മർ, ഉത്തര തുടങ്ങി എത്രയോ ആൾക്കാർ ഭക്തി തന്നനുഗ്രഹിക്കണേ, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതാണ് ഭൃശോത്തമതരം, ഉത്തമങ്ങളിൽ ഉത്തമം. അതിൻ്റെ ഫലമായിട്ട് ഹൃദയത്തിൽ ഭഗവത് ദർശനം ഉണ്ടാകും. അപ്പോൾ അതിന് കാരണം തന്നെയാണ് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ഭഗവാന്റെ അംശമാണ്. അപ്പോൾ അതിനോട് ചേരാനും ആ യോഗം കൊണ്ടുണ്ടാവുന്ന ആനന്ദം അനുഭവിക്കാനും ഭക്തി മാത്രമാണ് ഏറ്റവും വലുത്. ശ്രദ്ധയോടെ അതിനെ കേട്ടാൽ മാത്രം മതി. നവവിധ ഭക്തിയിലെ ഒന്നാമത്തെ കാര്യമാണ് ശ്രവണം. അപ്പോൾ ആ ഭഗവത് കഥ, ഭഗവത് കീർത്തനങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടാൽ താനേ വരും ഭക്തി. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സതിൽ ആകൃഷ്ടമാകും. അതാണ് പ്രേമപ്രകർഷാത്മിക. പിന്നെ യാതൊരു ദുഃഖവും നമ്മളെ വിഷമിപ്പിക്കില്ല. അതിനുള്ള ആദ്യ പടി ശ്രവണമാണ് എന്ന് മേൽപ്പത്തൂർ പറഞ്ഞു തരും.